ഗോ. തട്ടാതെ മുട്ടാതെ കൊണ്ടുവരണം. നമ്മള് സ്വന്തം ബസ് പോലെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അതിന്റെ ഇടയിൽ കൂടെ ഒരുത്തൻ ലൈൻ വലിക്കുന്നത് കണ്ടാ കണ്ടാ. ഒരു ബസ് വരണമെന്ന് ബോധം പോലും ഇല്ല അവന്. ആ കേറി 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 കേറി. ലെറ്റ്സ് ഗോ. നല്ല ശാന്തസുന്ദരമായ ഗ്രാമം അല്ലേ ഗൈസ്? സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സ്റ്റുവേർട്ട് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ഒരു ബസ്സാണ് ഗൈസ്. നിങ്ങളിത് മിക്ക ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കാണുന്ന വണ്ടിയാണ് കേട്ടോ. നാഗർകോവിലൊക്കെ ഓടുന്ന വണ്ടിയാണ് നമ്മളിവിടെയൊക്കെ. ഇന്നലെ ഒരു ഹെവി ഓട്ടം കഴിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ടേക്കുവാണ് ഗൈസ്. ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ട്രക്കേഴ്സൊക്കെ റെസ്റ്റ് എടുക്കത്തില്ല ഗൈസ്. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പോകാൻ ഇച്ചിരി നല്ല ദൂരമുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് ഗൈസ് നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ റൂട്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം ഇടുങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം ഒരു വണ്ടിക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് മഴയും മഞ്ഞും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഊട്ടിക്കാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തായാലും മഴയും മഞ്ഞും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം മഞ്ഞിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിൽ ലോഡഡ് ആണ് കേട്ടോ ഗൈസ്. എനിക്ക് എന്തായാലും ഗൈസ് ഈ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ ഓട്ടം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓ ഏതാ സാരം ഗൈസ്. നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആട്ടോ ഇവിടെ. എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്ക് ക്യാമറ ഉണ്ട്. നമുക്ക് വണ്ടി ഏതെങ്കിലും തട്ടലോ മുട്ടലോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ അറിയാൻ പറ്റും. സോ നമുക്ക് വണ്ടി പതിയെ എടുത്തു തുടങ്ങാം ഗൈസ്. നമ്മുടെ ഊട്ടിയിലോട്ടുള്ള റൂട്ട് ഇച്ചിരി പാടാണ്. നമുക്ക് ഇപ്പോഴേ തുടങ്ങാം എന്തായാലും. ലെറ്റ്സ് ഗോ. വേറെ വണ്ടിയൊന്നും ഇല്ലെന്ന് കണ്ടാൽ നമ്മൾ ഇപ്പോഴേ ചാടും കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് വേറെ വണ്ടിയൊന്നും ഇല്ല. ഇനി ഈ സൈഡ് ഉണ്ടോ? ഓക്കെ, സീനാണ്. വേറെ ഒരു കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഐശ്വര്യമായിട്ട് തുടങ്ങാം കേട്ടോ. ലെറ്റ്സ് ഗോ. സെക്കൻഡ് ഗിയർ നമ്മൾ വച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇന്റീരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗൈസ് കിടില സാധനമാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് 2 മിറർ ഇവിടെ റൈറ്റും ലെഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഓ, ലെഫ്റ്റ് സൈഡ് 3 മിറർ ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് 3 മിറർ ഉണ്ട്. ഞാൻ ഗിയർ ചേഞ്ച് ചെയ്തില്ലടേ. നമുക്ക് ഇവിടെ നേതൊരു മുടുക്ക് റോഡിൽ കൂടെയാണ് കേട്ടോ നമുക്ക് കയറി പോകേണ്ടത്. ആ റോഡ് കണ്ടുപിടിക്കുക ഇച്ചിരി പാടാണ്. പക്ഷെ നമ്മൾ സ്ഥിരം ഡ്രൈവർ ആയതുകൊണ്ട് നമുക്കറിയാം കേട്ടോ. നമ്മൾ ഈ റൂട്ട് സ്ഥിരം ഓടുന്ന ആളായതുകൊണ്ട് നമുക്കറിയാം എവിടെയാണ് ഇരിക്കണമെന്ന്. നമുക്ക് തപ്പി കണ്ടുപിടിക്കാം കേട്ടോ. ഈ മരത്തിന്റെ ഈ റൈറ്റ് സൈഡിൽ എവിടെയാണ് നിങ്ങളും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പിങ്ക് ബസ് കാണും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക്. അപ്പോൾ അതുവഴി വേണം നമുക്ക് കയറി പോകാനായിട്ട്. ഹോണും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ്. ഉള്ള കാര്യം പറയാം. ഹോണ് ഉണ്ടോ? ഈ ഒരു ഹോണ് മാത്രമേ ഈ വണ്ടിക്ക് ഉള്ളൂടാ. ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും അലിമ്പ് ഹോണായിപ്പോയി കേട്ടാ. ആ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളൂ. ബാക്കി വണ്ടി ഫുള്ള് പക്ക സെറ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കി ഒക്കെ സെറ്റാണ് ഗൈസ് വണ്ടി. ഇതിനെ ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്യട്ടെ. കാരണം നമ്മൾ കൂടുതൽ ഇന്റീരിയർ ഇട്ടായിരിക്കും ഓടിക്കാൻ പോണേ. അമ്മാതിരി കിടിലം വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ വ്യൂവും കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കിടില സ്ഥലത്തൂടെയാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. അത്യാവശ്യം മലയും വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട്. കുറെ വ്യൂ സ്പോട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അതാ നടക്കുന്നു പിങ്ക് ബസ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്നാണ് വളഞ്ഞ് കയറാൻ കേട്ടോ. അത്യാവശ്യം നല്ല ഇടുങ്ങിയ സ്ഥലമാണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് കണ്ടാൽ അല്പം മനസ്സിലാവത്തില്ല. നമുക്ക് ആ കാറുകാരനെ ഇവിടെ അല്ലേ. അവൻ പോയിട്ട് എടുക്കാം. നമുക്ക് വലിയ ധൃതിയൊന്നും ഇല്ലടേ. ഗൈസ് കണ്ടാ ആ കുഞ്ഞു റോഡ് കണ്ടാ? അതിന്റെ അകത്തൂടെ വേണം നമുക്ക് എടുക്കാൻ. ലെറ്റ്സ് ഗോ. എന്റെ മച്ചാനെ, ഇത് പ്രശ്നമാണ് കേട്ടാ. ഈ റൂട്ട് കണ്ടാ അളിയാ. ലെറ്റ്സ് ഗോ. തട്ടാതെ മുട്ടാതെ കൊണ്ടുവരണം. നമ്മള് സ്വന്തം ബസ് പോലെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മളൊന്നും വരുത്താൻ പാടില്ല ഗൈസ്. ലെറ്റ്സ് ഗോ. എടാ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാ അതിന്റെ ഇടയിൽ കൂടെ അവന് വണ്ടി മാറ്റി തരാൻ വയ്യ. ചൊല്ലിക്കൊണ്ടിരിക്കുന്നവൻ. ഇതുപോലുള്ള ആൾക്കാരാണ് ഗൈസ്. അതിന്റെ ഇടയിൽ കൂടെ ഒരുത്തൻ ലൈൻ വലിക്കുന്നത് കണ്ടാ. ഒരു ബസ് വരണമെന്ന് ബോധം പോലും ഇല്ല അവന്. അതങ്ങനെ പറയണം. അതിന്റെ ഇടയിൽ കൂടെ ലൈൻ വലിക്കുന്നത്. നമുക്ക് പോവാട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടുത്തെ ആൾക്കാർ ശരിയല്ല. താണ്ടവരുത്തൻ സൈക്കിൾ കൊണ്ട് കയറി നോക്കിയേ. അവന്റെ ടയർ പഞ്ചറായി കാണും കേട്ടോ.
ഗൈസ് ഇച്ചിരി നല്ല പ്രശ്നമുള്ള ഏരിയയാണ്. ഇവിടുത്തെ ആൾക്കാരെ ശരിയല്ല, കണ്ട വണ്ടി പോകുമ്പോ തന്നെ ഇടയിൽ കയറി ചാടും. അങ്ങനത്തെ കുറെ ഉള്ള സ്ഥലമാണ്. സോ നമ്മൾ നോക്കിപ്പോണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കുറെ പേര് കണ്ട ആൾക്കാർ മനഃപൂർവ്വം പൈസ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചാടിത്തരും. കുറെ അപ്പൂപ്പന്മാര് തണുപ്പായണ്ട് സ്വെറ്റർ ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുക അപ്പൂപ്പൻ മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട്. ഇവിടെ എന്തോ കച്ചവടമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ചന്ത സ്ഥലത്ത് ഏതാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മള് മറ്റേ ചന്തയൊക്കെ നടക്കൂലേ, ആ സ്ഥലത്താണ്. ഒരുത്തന്റെ സ്കൂട്ടറും വെച്ചോണ്ട് നിപ്പുണ്ട് ഇവിടെ ആളെ കൊല്ലിക്കാനായിട്ട്. എടാ ഇവിടെ ഒരു ബസ്സിന്റെ ഷോറൂം ആണോ ഇത്? ലെഫ്റ്റ് സൈഡ് നോക്കിയേ. ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് കയറി പോകേണ്ട ഗൈസ്. ഗൈസ് നമ്മൾ ഇന്നലെ ഇരുന്ന് മൊത്തം ഓടിച്ചുകൊണ്ട് നമുക്ക് നല്ല പണിയുണ്ട്. സോ ഇത്രേ ഓടിയത്തുള്ളൂ. ഓഹ് അടിപൊളിയായിട്ട് ഓടിഞ്ഞു വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അതൊക്കെ അത്രേ ഉള്ളു. ആരാ വണ്ടി ഓടിക്കണേ? ആരാ? താണ്ട റോഡിന്റെ നടുക്കൂടെ കയറി നടാ. നമ്മള് നടക്കും നോക്ക്. അതാണ്ട ഇവിടുത്തെ ആൾക്കാർക്ക് എന്തോ പ്രശ്നം ഉണ്ടാട്ടാ. സൈഡിൽ കൂടെ നടക്കാൻ അറിയത്തില്ല കൈ. സീരിയസ് ആയിട്ട് പറയുക, ഇവിടുത്തെ ആൾക്കാർക്ക് നടക്കാൻ അറിയത്തില്ല. അളിയാ നോക്കിപ്പോണം പ്രശ്നാവും. അമ്മേ തട്ടല്ലേ എവിടെ കേറി പോണവൻ? നീ പൊക്കോ കൈസ്. തേരി കേറി വരണ വണ്ടി വേണം നമ്മൾ ആദ്യം വിടാൻ. ഓക്കെ മച്ചാനെ നോക്കിപ്പോട്ടാ. അവിടെ കുറെ ആൾക്കാരുണ്ട്. പെശക അവന്മാര് ഭയങ്കര പെശക. കൂടുതൽ മാൻട്രക്ക് ആണല്ലോ ഇതിനകത്ത്. ഓക്കെ ഒരുത്ത വണ്ടി കൊണ്ടിട്ടേക്കണ നോക്കിയേ. അവന്റെ അച്ഛൻ്റെ ആകെയെന്നാ വിചാരം റോഡൊക്കെ. ആടാ ഗൈസ് ഒരു മുടുക്ക് സ്ഥലം. പ്രശ്നമാവും, നോക്കിയെടുത്തില്ലേ പ്രശ്നമാവും. പോട്ടെ അളിയാ തട്ടല്. അളിയാ അകത്ത് വ്യൂ മതി, പുറത്ത് വ്യൂ കാണുമ്പോ പേടിയാവുന്നു. തട്ടാതെ മച്ചാനെ, അത്രേ ഉള്ളൂ. കേറി വാടാ. നമ്മളെ ബാക്കിൽ വേറെ വണ്ടിയൊന്നും ഇല്ലല്ലേ? അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാറാ പതിവ്. ഇന്ന് എന്താന്ന് അറിയത്തില്ല. ഇന്ന് നമ്മൾ നന്നായി കൈ. അയ്യോ പോട്ടെ. ലെറ്റ്സ് ഗോ. അവിടെ മതിൽ വല്ലോ ഉണ്ടോ? എന്റെ പൊന്നു പിടിച്ചേനെ. എടാ തട്ടല്. നഷ്ടപലഹാരം കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അതുപോലെ ഓടിക്കിട്ടുന്ന നക്കാപ്പിച്ച. മാറിക്കോ. ഓക്കെ അത്യാവശ്യം കൊടുത്തു കേട്ടോ. നമ്മുടെ അടുത്താണ് കളി. ഗൈസ് വേറെ വണ്ടി പറഞ്ഞപ്പോ നമുക്ക് ഇതിന്റെ അകത്തൂടെ കയറണം. ഇത് ഇച്ചിരി പെശക. ഭാഗ്യത്തിന് സാധാരണ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവേണ്ടതാണ്. എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഇപ്പൊ ബ്ലോക്ക് ഇല്ല. ട്രാഫിക് നല്ല കുറവാണല്ലേ ഇന്ന്. ഒറ്റ വണ്ടി കാണാനില്ല ഗൈസ്. നല്ല ശാന്തസുന്ദരമായ ഗ്രാമം അല്ലേ ഗൈസ്? അയ്യോ പക്ഷെ വണ്ടിയൊക്കെ ഒന്നും പ്രശ്നമാവും കേട്ടോ. ഓളിയാ എവിടെ പോന്നു? ഇവിടെ നോക്കിയൊക്കെ പോട്ടാ. കൂടുതൽ മാൻട്രക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ അകത്തൂടെ പറഞ്ഞേ. എന്ത് ചാട്ടോടെ വണ്ടിക്ക്. അയ്യോ ഇങ്ങനെ ചാടല്ലേ, പണിയാവും. സൗണ്ടൊക്കെ നൈസ് കേട്ടോ ഗൈസ് നമ്മുടെ വണ്ടിയിലെ. കുറച്ച് സൈഡ് എന്നാ കൊള്ളായിരുന്നു. അതാരടാ? റോൾസ് റോയ്സ് ആണോ? ഔഡിയാണോ? എന്റെ അഹങ്കാരം കണ്ടില്ലേ? ബസ്സിനെ വിടുന്നില്ല അവൻ. മച്ചാനെ കുറച്ച് സൈഡാ, നമ്മൾ തട്ടില്ല എന്ന് പറഞ്ഞാ നിൽക്കണേ. വരട്ടെ എടാ തട്ടടാ. വരട്ടെ അളിയാ തട്ടും. നമ്മളെ അല്ലല്ല തട്ടത്തില്ല. നമ്മളെ കണ്ണാടി തമ്മിലൊന്ന് കിസ്സടിച്ചെങ്കിലും വേറെ സീനൊന്നുമില്ല. കണ്ണാടിയല്ലേ, നമുക്ക് മാറ്റാൻ കഴിയും. ഇതിനും മേലൊക്കെ എന്തൊക്കെ നഷ്ടപ്പെടാൻ കിടക്കുന്നത്. ജസ്റ്റ് ഒരു കണ്ണാടിക്ക് വേണ്ടി
ഇതെന്ത് ചാട്ടമാടാ നമ്മളെ വണ്ടി ബ്രോ. ഈ സ്ഥലം നോക്കി പോണം കേട്ടോ. ഇതിന്റെ അടി റബ്ബറാണെന്ന് തോന്നുന്നുണ്ട്. അളിയാ ഇതും പ്രശ്നമാണ് കേട്ടോ. ഈ ഏരിയ ഭയങ്കര പ്രശ്നം കേട്ടോ. അവിടെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും പ്രശ്നമാണ് ഗൈസ്. ഓക്കേടാ, ലെറ്റ്സ് ഗോ. നമ്മൾ സേഫ് ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അയ്യോ മച്ചാനെ, ഒന്ന് ശ്രദ്ധ പോയിരുന്നെങ്കിൽ ഇപ്പൊ തീർന്നേനെ. സത്യം പറയാലോ, ഇപ്പൊ തീർന്നേനെ ഗൈസ് നമ്മള്. എടാ നില്ല് നിനക്ക് പോവാ. ഞാൻ പറയുമ്പോ നീ പോയാ മതി കേട്ടാ. എടാ നില്ലടാ, പോവാ നിനക്ക്. വെയിറ്റ് ചെയ്യും, നമ്മള് വണ്ടി ഒന്ന് ഇറക്കിക്കോട്ടെ. അവൻ ഇപ്പൊ തന്നെ പോണം കേട്ടാ. ഞാൻ സൈഡ് ഞാൻ നിരത്തില്ലേ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ സൈഡ് നിരത്തില്ലേ. ഉമ്മാർക്കില്ല ഭയങ്കര ധൃതി കേട്ടാ. ഉമ്മാരൊന്നും ശരിയല്ല ഗൈസ്. ഓ വണ്ടിക്കൊക്കെ എന്ത് കുലുക്കോടാ ഗൈസ്. അറിയാലോ, നമ്മളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഈ സ്ഥലമൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മളെ പോലെ സ്കില്ലില്ലാത്ത ആൾക്കാരൊന്നും ഇവിടെ പെടും കേട്ടോ. അതുള്ള വേറെ കാര്യം. നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല സ്കില്ലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എടേ 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 ആ സൈഡ് തന്നത് അവന് കൊള്ളാം. അല്ലെങ്കിൽ ഇതിന് നീ പൈസ തന്നിട്ട് പോയാ മതി കേട്ടല്ല ഗൈസ്. എന്റെ കണ്ണാടി അവൻ കൊണ്ടുപോയി. പതിയെ 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 നിനക്ക് പോവാ, നീ വെയിറ്റ് ചെയ്. ഏതൊരു പുല്ലാണ് കേട്ടാ തട്ടിയത് സൈഡില്. അവന് സൈഡ് കൊടുക്കാട്ടോ. അവനെ ശരിയാവത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ സമയത്തിന് കൊണ്ട് എത്തിക്കേണ്ടതാ. ഇതിന്റെ പിറകിലൊന്നും കളിച്ചടക്കേണ്ട സമയമല്ല. നമുക്ക് വേറെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് എടുത്തിട്ട് പോട്ടാ, അല്ലെങ്കിൽ അവന്റെ നടി കൊണ്ട് ചാവേണ്ടി വരും നമ്മള്. ഇവിടത്തെ ആൾക്കാരാ, നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട. എടാ ഒന്ന് പോടേ, കൊറേ നേരമായി അവൻ. എത്ര പേരാ ഇത്? 1 2 3 ആ ഇനി ഞാൻ പോയിട്ട് പോയാ മതി. ചവിട്ടറാടാ. ഉമ്മാർക്കൊന്നും മനുഷ്യത്വം ഇല്ലടേ. ഒരു പേടിയില്ലാത്ത ജന്തുക്കള് ബസ്സിനെ ഒന്നും. സാധാരണ വരുമ്പോ എടാ പോടേ. അയ്യടാ, ഞാനൊന്ന് എടുത്ത് വച്ചെന്നേ ഉള്ളൂ. ആ പോ. ഇനി എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഞാനങ്ങ് ചവിട്ടി വിടാൻ പോവാ. ഇവിടെ നടത്തോട്ടല്ലേ. വണ്ടിക്ക് കുറച്ച് ചാട്ടം കൂടുതലാണ്. ഞാൻ ഇനി സസ്പെൻഷൻ നോക്കിയോ. സസ്പെൻഷൻ ഞാൻ ലൂസാക്കും. വണ്ടി കുറച്ച് കുലുങ്ങിയാലും കുഴപ്പമില്ല. ഇതെന്താ, ഇത് കപ്പൽ പോകുന്ന പോലെയാ പോകുന്ന വണ്ടി. ഇങ്ങനെയുണ്ടോ? ചവിട്ടി വിട്ടോ വെച്ചാനെ. ചവിട്ടി വിട്ടോ, ഒന്നും നോക്കണ്ട. ഐസ് നമ്മൾ മുടുക്ക് റോഡ് ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. മുടുക്ക് റോഡ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ നീ അത് കണ്ടാ? നിങ്ങൾ ഒരുത്തൻ വീൽ ചെയറിൽ ഉരുട്ടി കളിക്കുക അവിടെ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മള് ഉൾഗ്രാമത്തിലേക്ക് കടക്കുവാണ്. ഇവിടെ പാടങ്ങളും അതുപോലെ കുറെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. രമണീയമായ സ്ഥലങ്ങൾ. ഓ നമ്മള് വേറൊരു മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവന്മാരെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും സൈഡ് ഒതുക്കി കഴിഞ്ഞാൽ ഇവന്മാര് വരും. ഇവന്മാര് പിന്നെ വിടത്തില്ല നമ്മളെ. അത് വേറൊരു കാര്യം. നമ്മൾ അധികം സൈഡ് കൊടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, അധികം സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാര് മുതലാക്കൂടെ. മുതലാക്കണതിന്റെ ആൾക്കാരാണ് ഇവന്മാര്. കളിയ ഓക്കെ, വേറെ സീനൊന്നുമില്ല. എവിടെ പറഞ്ഞു എന്താണ്? ഇങ്ങോട്ടായിരിക്കും കേട്ടോ, എനിക്ക് ഉറപ്പില്ല. ഓ ഹമ്പ് റോഡിന്റെ നടുക്കാണ് അവിടെ ഹമ്പ് കൊണ്ടുപോയിക്കണേ. എടാ ഒരുത്തൻ അവിടെ അനങ്ങാണ്ട് നിൽക്കണ്. എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ അവനെ. ഇനി നമ്മള് വച്ചങ്ങ് പോവായിരിക്കും കൈസ്. കാരണം ഇനി വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ശരിക്കുള്ള നല്ല റോഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആടാ വണ്ടി റോഡിലൊക്കെ ഇറക്കിയിട്ടേക്കണേ.
ചോദിക്കാനും പറയാനും ഒന്നും ഇവിടെ ആരും ഇല്ലേ? ഇതാണ്ട ലോറിയൊക്കെ കൊണ്ട് റോഡിൽ ഇട്ടേക്കുന്നത്. യെസ് ഗൈസ്, ഫൈനലി നമ്മള് പ്രകൃതി രമണീയമായ സ്ഥലത്തിൽ കൂടെ പോവാണ് ഗൈസ്. ലെഫ്റ്റ് സൈഡ് കണ്ടാടാ അടിപൊളി കുളം. അല്ല കുളം അല്ലല്ലോടാ, ഇത് എന്താ പറയുന്ന ആറാണോ ഇതിനെ? എന്തോ ഒന്ന് കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും അടിപൊളി സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട്. പശു, കുറെ പശുക്കളൊക്കെ ഇവിടെ ഇരുന്ന് മേയുന്നുണ്ട് കേട്ടാ. ഓടാ ഗാടാ വെള്ളം 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 വെള്ളം. നിക്ക് എനിക്ക് വണ്ടിയുടെ ഫ്രണ്ട് കാണണം വെള്ളം ഇറങ്ങുമ്പോൾ. നല്ല കിടിലം. വന്നാട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്. റോഡ് ഏത് പുഴ ഏതെന്ന് അറിയാത്ത, അയ്യോ കറക്റ്റ് തന്നെയാടേ പോണേ. നമ്മൾ കറക്റ്റ് വെള്ളത്തിലാട്ടാ. ഒരു തുള്ളി വെള്ളം പോലും നമ്മളെ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല. നമ്മളിനി കാട്ടിനകത്തൂടെയാണ് ഗൈസ് പോവാൻ പോകുന്നേ. എന്റെ പൊന്നോ, ആമസോൺ കാടിൽ പോലും ഇത്ര കുറ്റിക്കാട് കാണത്തില്ല. രണ്ട് സൈഡും വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ ആനയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കിപ്പോണം. നിങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞാനും ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഫോറസ്റ്റുകാർ പിടിച്ചോണ്ട് പോകും ഗൈസ്. ഓക്കെ, പോവാം. ആനയെ മാത്രമേ പേടിക്കേണ്ടുള്ളൂ. ഓക്കെ, ഇവിടെ വേറെ സീനൊന്നും ഇല്ലെന്നാണ് തോന്നേ. എനിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ആന ഇറങ്ങുന്ന സ്പോട്ടാണ്. ഒരുത്തന്റെ വണ്ടി അവിടെ പണിയായിരിക്കുമെന്ന് തോന്നുന്നു. അല്ലല്ല, റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയതാട്ടോ അവൻ. ഇവിടെ എന്തോ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തുവാ പരിപാടി ഗൈസ്? ഇതൊക്കെ നമ്മളെ ചെറിയ ചെറിയ ഹോട്ടലൊക്കെയാണ് ഇവിടെയുള്ള. നമ്മളെ കാട്ടിലൊക്കെ വരുന്ന ആൾക്കാർക്ക് കയറി താമസിക്കാനും പിന്നെ കുറച്ചൊക്കെ സ്വന്തം വീടൊക്കെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട്. നമ്മളെ ക്യാമറ ഒക്കെ പക്ക വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേറെ സീനൊന്നും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും. ഇത് എങ്ങോട്ടാണോ എന്തോടെ പോണേ? ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് ആട്ടോ ഗൈസ്. നമ്മളല്ലെങ്കിൽ ആ റൂട്ട് നേരെ സ്ട്രെയിറ്റാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈം വരുവാണ്. നമ്മൾ മാപ്പ് നോക്കി പോവാണ് ഗൈസ്. നമ്മളെ ഗൂഗിൾ വെച്ച് ചതിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓടാ അറിയാ, തേരി. സെക്കൻഡ് ഗിയറിൽ നമ്മൾ പോവാണ് ഗൈസ്. കിടിലം തേരി. പ്രശ്നം വന്നാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ നട റോട്ടിൽ നിന്ന് ചൂണ്ടയിടുന്നാടാ. ആടാ അവൻ ഗൈസ്. ഒരു മുതുക്ക് തേരിയാട്ടാ ഇത്. സെക്കൻഡ് ഗിയറിൽ കയറത്തില്ല നമുക്ക്. അയ്യോ, താഴേന്നേ ഫസ്റ്റ് വെച്ച് കൊടുക്കായിരുന്നു കേട്ടാ. ഓക്കെ, ഇനി ഫസ്റ്റ് വയ്ക്കണം. അല്ല കയറത്തില്ല. ലെറ്റ്സ് ഗോ. നമ്മള് കേറി പിള്ളേരെ, അത്രേ ഉള്ളൂ. വണ്ടി വലിച്ചാലും കേറുന്നുണ്ട് കേട്ടാ. തമിഴ്നാട് ബസ് പൊളിയാണ് ഗൈസ്. ഓ മച്ചാനെ, റോഡില് വേര് കൊണ്ടിട്ടേക്കുവാടേ. ഇതുമാരെ സ്ഥിരം മരം മുറിച്ചിട്ടേക്കുവാ. നമ്മളെ വണ്ടിക്ക് ഒരു തട്ടലും മുട്ടലും ഒന്നും ഇല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ, ചേടാ ചെറിയ റോഡ് കേട്ടാ. നമ്മള് അങ്ങോട്ട് പോകുന്നതോറും റോഡ് കുഞ്ഞായി വരുക. എന്റെ ആളെ ഈ റോഡിൽ കൂടെ ഒക്കെ എങ്ങനെയാ വണ്ടി ഓടിക്കണേ? കളിയാക്കുന്ന അവന്മാര്. ഓ ബ്രോ, ചെറിയ റോഡ് കേട്ടാ. തീരെ ചെറിയ റോഡാണ് ഗൈസ്. ഒരു സൈഡ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാ വണ്ടി പിന്നെ പണിക്ക് കയറേണ്ടി വരും നമ്മള്. നമുക്കൊന്നും വിഷയമല്ല, നമ്മളറിയാലോ നമ്മളെ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ് ഗൈസ്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള വേറെ ഡ്രൈവർ കാണത്തില്ല. ഓക്കെ, സീനൊന്നുമില്ല കേട്ടാ. ചെറിയ വളമുണ്ട് കേട്ടാ. അടിപൊളിയായിട്ട് നമ്മളെ വണ്ടി പോകുന്നുണ്ടേ. ലെറ്റ്സ് ഗോ. അയ്യോ മച്ചാനെ, ഇപ്പൊ പാളിയാനാട്ടാ. ഇപ്പൊ മൊത്തത്തിൽ പണി കിട്ടിയാനെ ഗൈസ്. ഓക്കെ, സെക്കൻഡ് ഗിയർ വെച്ച് കൊടുക്കാം. കുതിരയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുതിര നമുക്ക് മാറിക്കൊടുക്കാം കേട്ടോ. ഇടിക്കണ്ട, ജീവിച്ചോട്ടെ. ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്തില്ലേ എനിക്ക് ഉറക്കം വരത്തില്ല. ഗൈസ്, ഒരു ചേട്ടൻ പാവം കേട്ടോ. അങ്ങേർക്ക് അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ നിൽപ്പുണ്ട്. നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്താലോ പുള്ളീനെ?
പുള്ളിക്കാരന് പേടിയാണെന്ന് തോന്നുന്നുണ്ട്. ആ പുള്ളിക്കാരനെ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇനി നമുക്ക് പാലത്തിനകത്ത് കയറ്റാം. അയ്യോ പാലം പ്രശ്നമാണ് ഗൈസ്. ക്ലച്ച് താങ്ങിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വണ്ടി വഴിയിലാവും. കേറടേ ഒന്ന്. കേറി 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 കേറി. ലെറ്റ്സ് ഗോ. എടേ പുള്ളി കേറിയില്ലേ വണ്ടിക്കകത്ത്? നിങ്ങൾ പാവോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടിക്കകത്ത് കയറ്റി. അങ്ങേര് കേറിയിട്ടില്ല കേട്ടാ. ഓക്കെ ഗൈസ്, ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ കുഴി കിടക്കും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആണ് ഇത് റോഡ് തന്നെയാടേ ഇത്? ഓഫ് റോഡാണ് ഗൈസ്, ഓഫ് റോഡ് പോവാണ് നമ്മള്. ഓ വണ്ടിക്കകത്തുള്ള വ്യൂ നോക്കിയേ. ഫൈനലി നമ്മൾ റോഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യാ ഗൈസ്, ഇവിടെയാണ് ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടാ. ആനയും ഈനാമ്പേച്ചിയും എല്ലാം മരപ്പട്ടി എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇവന്മാർക്കൊക്കെ എന്തുവാടാ കണ്ട റോഡിൽ കൊണ്ട് വണ്ടി ഇട്ടേക്കുന്നു. ലെഫ്റ്റ് സൈഡ് അടിപൊളി പാടാ കേട്ടോ. പശുക്കളെയൊന്നും കാണുന്നില്ലല്ലോ ഇപ്പോ. ഓ എന്തുവാടാ കയ്യെടുത്ത് കാണിക്കുന്നേ? വണ്ടി കൊണ്ട് റോഡിൽ ഇട്ടേച്ചും വച്ച്. ഇതെങ്ങനെ ഞാൻ എടുക്കാനാ നിങ്ങൾ പറയണേ? കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടാ. വേറെ സീനൊന്നുമില്ല ഗൈസ്. രാത്രി ആവാറായെന്ന് തോന്നുന്നു. വണ്ടിയുടെ മൂളല് മാത്രം കേൾക്കാകത്തിരുന്നിട്ട്. ലെറ്റ്സ് ഗോ. അളിയാ ഏതാ ചെറുതായിട്ട് ചുമ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോറി ഫോർ ദ ചുമ. അവിടെ എന്തു പറയാ, ചിക്കൻ കടയാണോ ഇറച്ചി കടയാണോ തോന്നുന്നുണ്ട്. ഗൈസ് നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. കൂടുതലും മുയലാണ് ഇവിടെ. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ മുയൽ ഇറങ്ങി നടക്കത്തില്ല കേട്ടാ. ഞാൻ ആദ്യമായിട്ട് കാണുക മുയലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ. ഫസ്റ്റ് ടൈം. നമുക്ക് അത്യാവശ്യം കൊടുത്തുകൂടാ ഗൈസ്. വേറെ ഒന്നും നോക്കാനില്ല. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോവാം. ഓക്കെ പൊളിയ. അതെന്തുവാ സൗണ്ട്? നമ്മൾ എത്തേണ്ട സ്പോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ ചെക്ക് പോസ്റ്റ് വല്ലതും ഉണ്ടോടെ? ഇതൊക്കെ ആൾക്കാര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കേട്ടോ. ഇതൊക്കെ വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നമ്മൾ തമിഴ്നാടൊക്കെ പോകുന്ന അതേ സ്ഥലമാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു വല്ല മഞ്ഞും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല കേട്ടാ ഗൈസ്. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഞ്ഞും മഴയും. ആ പോകുന്ന സാധനം കണ്ടാ? കുറെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഗൈസ്. നമ്മള് ഏതാണ്ട് ഊട്ടി എത്തിയിട്ടുണ്ട്. ഇപ്പൊ മഞ്ഞ സീസൺ അല്ലെന്നാണ് കേട്ടാ തോന്നണത്. കുതിര സാറൊക്കെ ഉണ്ടല്ല. ഇവിടുന്ന് ആൾക്കാർക്ക് കുതിര സവാരി കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള സ്പോട്ടാണ് കേട്ടാ. നമ്മള് അങ്ങനെ നമ്മുടെ ഊട്ടി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സൈഡ് പാർക്ക് ചെയ്തിടണോടെ പറ്റിയൊരു സ്ഥലത്ത്. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടണായിരിക്കും നല്ലത് ഗൈസ്. നമ്മളെ ആൾക്കാർ ബുദ്ധിമുട്ടിച്ച പോലെ നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ട. നമുക്ക് നല്ലപോലെ സൈഡ് എടുത്തങ്ങ് ഒതുക്കിയിടാട്ടോ. ഇവിടെ പക്കയായിരിക്കും. റോഡിന് പുറത്തല്ലടാ വണ്ടി കിടക്കണേ. നമ്മളെ നൈസായിട്ട് നമ്മളെ വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഓഫ് ചെയ്യാൻ പോവാണ് ഗൈസ്. വേറെ ഒന്നുമില്ല. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ട് മറ്റേ ഫുഡ് സ്പോട്ടൊക്കെ തപ്പിയാണ് നമ്മളിവിടെ ഇറക്കിയിട്ടുള്ളത് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് റെക്കമെൻഡേഷൻ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക ഗൈസ്. അപ്പോൾ പിന്നെ ഒരു ദിവസം കാണാം. ബൈ ഗൈസ്.